ദൈവമേ കൈത്തോഴാം കേൾക്കുമാറാകണം. തിരൂർ ലീഗ് ഓഫീസിൽ പത്രികാ സമർപ്പണത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി അറബിയിൽ കൂട്ടപ്രാർത്ഥന നടക്കുമ്പോൾ ലീഗ് സ്ഥാനാർത്ഥിയായി ഷിജി പള്ളിയേരി കൈകൂപ്പി കണ്ണുകളടച്ച് മൗന പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ എന്ന് കാണിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതേപോലെ ഷിജി പള്ളിയേരി ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്നു. അത് മിക്കവാറും ഒരു സ്ത്രീ ഇതുപോലെ ആ ഒരു സംവരണ മണ്ഡലം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തു തന്നെയായാലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതുപോലെ മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ച ഷിജിക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. വിജയിച്ച് കയറട്ടെ, അങ്ങനെ കുറച്ച് വെളിവ് വീഴട്ടെ എന്നൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വർഗീയത മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്നാണല്ലോ നമ്മളുടെ OIC BJP-ക്കാരോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമുക്ക് തിരിച്ചും പറയാലോ, മുസ്ലിം ലീഗിന്റെ വർഗീയത മാറ്റിവെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യുന്നതിനോട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, തരക്കേടൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പോട്ടെ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വിട്ടുപോകാൻ പാടില്ല. പ്രാർത്ഥനയുടെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കണം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആണ്. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വ അഅദാഅദ്ദീൻ. ഇത് സാധനങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ആളുകൾ ആമീൻ പറയണം കൂടി കേട്ടിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. ഈ അക്കദാമഹും എന്നൊക്കെ പറയുമ്പോൾ ആമീൻ പറയാണ്. ഇതെന്തിനാ ആമീൻ പറയണെന്ന് നാട്ടുകാർക്കും അറിയില്ല. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഉസ്താദ് എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ആമീൻ പറയും. ഉസ്താദ് ശ്വാസം എടുക്കാൻ വേണ്ടി നിർത്തുന്നതാണ് സംഗതി. പക്ഷെ അപ്പോഴും ആമീൻ വീഴും. ரொம்ப കഷ്ടമാ இருக்கு. ഞങ്ങളൊക്കെ വലിയ വലിയ ദോഷങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. റഹ്മാനായ തമ്പുരാനെ ആമീൻ. അതിന് അവിടെ ആമീൻ പറയണേ. ഭാര്യയെ തല്ലാൻ പറ്റും എന്നുള്ളത് അവർക്ക് അറിയാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ കാഫിറിനോട് പരുഷമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ അറിയാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാം, അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇതുപോലുള്ള സാധനങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ എന്തോ ഇങ്ങനെ അറബിയിൽ ഉരുവിടും. അപ്പം നമ്മൾ ആമീൻ പറഞ്ഞോളാം. അതിപ്പോൾ ശ്വാസം എടുക്കാൻ വേണ്ടി നിർത്തിയതാണോ അതോ ഇനിയിപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് നിർത്തിയതാണോ, ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നിർത്തിയ ഉസ്താദ് അപ്പോൾ ആമീൻ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. പണ്ട് വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോകുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഈ ഘട്ടം എത്തുമ്പോൾ അത് മനസ്സിലാക്കാം കുത്തുബ തീരാറായി എന്നുള്ളത്. കാരണം അറബിയിലുള്ള അർത്ഥമൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ നമുക്കറിയാം അത് തീരാറായതിൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് പോത്ത് ബിരിയാണി മൂക്കുമുട്ട തട്ടാനായി എന്നുള്ള ആ സാധനം, ആ ഒരു സിഗ്നൽ ആണ് ഇതിൽ സാധാരണ കിട്ടുക. അല്ലാതെ ഇതിൻ്റെ അർത്ഥമൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ